ഹായ് വെൽക്കം ടു മാസ് അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് BCS 136 ഇൻകം ടാക്സ് യൂണിറ്റിന് 17 ആയിട്ടുള്ള അസസ്മെൻറ്റ് ഓഫ് ഫോംസ്. പാർട്ട്ണർഷിപ്പ് ഡെഫിനിഷൻ ആൻഡ് മീനിങ്. ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ഗവൺ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്, 1932 പ്രകാരം. എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ? എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിയഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. നമ്മൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ബിസിനസ് ലോയിൽ. അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിലുള്ള ഇൻഡിവിജ്വൽസിന് എന്ത് പറയും? നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയും. അങ്ങനെ കളക്റ്റീവിൽ അതിനെ ഫേമായിട്ട് ഫോം ചെയ്യും. എന്തിൻ്റെ അണ്ടറിലാണ്, എന്ത് ബിസിനസ്സാണോ അവർ ചെയ്തത് അതായിരിക്കും ഫേമിൻ്റെ നെയിം. ദ നെയിം അണ്ടർ വിച്ച് ബിസിനസ് ഇസ് ക്യാരിയഡ്, എന്ത് പേരിൻ്റെ അണ്ടറിലാണോ ബിസിനസ് ക്യാരി ചെയ്യുന്നത് അതായിരിക്കും ഫേമിൻ്റെ നെയിം. ഇനി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്തൊക്കെയാണ്? ഇത് രണ്ടോ അതിലധികം ആൾക്കാർ തമ്മിലുള്ള വാക്കാലെയോ അല്ലെങ്കിൽ റിട്ടേണോ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അതുപോലെ ലോഫുൾ ബിസിനസ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടി പാർട്ട്നേഴ്സ് എഗ്രി ആയിട്ടുണ്ടായിരിക്കണം. ബിസിനസ്സിൻ്റെ എയിം എന്ന് പറയുന്നത് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതുപോലെ പാർട്ട്നേഴ്സിന് ഒന്നെങ്കിൽ ഒരു പാർട്ട്ണറിന് വേണമെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ ബിഹാഫായിട്ട് അവർക്ക് വേണ്ടി വേണമെങ്കിൽ പ്രവർത്തിക്കാം. മിനിമം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഫോം ചെയ്യുന്നതിന് മിനിമം മെമ്പർ 2ഉം, ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മാക്സിമം 10ഉം, മറ്റുള്ള ബിസിനസ് ആണെന്നെങ്കിൽ 20യുമാണ് മാക്സിമം മെമ്പേഴ്സ് ആവശ്യമുള്ളത്. രജിസ്ട്രേഷൻ കമ്പൽസറി ഒന്നല്ല, നിർബന്ധമൊന്നുമല്ല, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഫേമിന് ലഭിക്കും. ഗവേൺഡ് ബൈ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺട്രാക്റ്റാണ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു റിട്ടൺ കോൺട്രാക്റ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം ആൻഡ് പാർട്ട്നേഴ്സ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പാർട്ട്നേഴ്സ്, റൂൾ ഓൺ വിഡ്രോവൽ, ഡ്രോയിങ്സിൻ്റെ റൂൾസുകൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺ ആൻഡ് ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ, റൈറ്റ്സ്, duties and liabilities of partners, admission and retirement of partners, goodwill valuation method, accounting and auditing procedures, salary, പാർട്ട്നേഴ്സിന് സാലറി നൽകുന്നതിന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഓപ്പറേഷൻ റൂൾസ്, അസറ്റ് ലയബിലിറ്റി വാല്യൂഷൻ മെത്തേഡ്, കണ്ടീഷൻ ഫോർ ഫേം ഡിസൊല്യൂഷൻ, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രോസസ്സ്. അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ റെലവൻറ്റ് പോയിന്റുകളും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്, ഒരു കോൺട്രാക്റ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ രജിസ്ട്രേഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേം, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്. പക്ഷേ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതിലുള്ള പാർട്ട്ണർഷിപ്പിന് എന്ത് ചെയ്യാം? ഫേമിന് തേർഡ് പാർട്ടിക്കെതിരെ എന്ത് ചെയ്യാം? സ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ പാർട്ട്നേഴ്സിന് അവരുടെ റൈറ്റ്സ് ക്ലെയിം ചെയ്യാൻ, എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. അത് തേർഡ് പാർട്ടിയോടും അതിനകത്തുള്ള പാർട്ട്നേഴ്സിനെതിരായിട്ടും. അതുപോലെ ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കും. അതുപോലെ പുതിയ പാർട്ട്നേഴ്സ് എൻ്ററാവുന്ന പുതിയ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും ലീഗൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ ലീഗൽ റൈറ്റ്സ് ക്ലെയിം ചെയ്യാനും ഗെയിൻ ചെയ്യാനും, അതുപോലെ എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനും സാധിക്കും. നമുക്ക് രജിസ്ട്രേഷൻ ഏത് സമയത്ത് വേണമെങ്കിലും നടത്താവുന്നതാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? 100 രൂപയുടെ കൂടുതൽ വരുന്ന ഡെപ്റ്റ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? തേർഡ് പാർട്ടീസിൻ്റെ മുകളിൽ സ്യൂ ചെയ്യാൻ സാധിക്കില്ല. പാർട്ട്നേഴ്സിന് അവരുടെ റൈറ്റ്സ് മറ്റ് കോ പാർട്ട്നേഴ്സിനെതിരെയും ഫേമിനെതിരെയും എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തേർഡ് പാർട്ടിക്ക് പക്ഷെ എന്നാലും ഫേമിനെതിരെ സ്യൂ ചെയ്യാൻ സാധിക്കും. ടാക്സേഷൻ റൂൾ ഓഫ് ദ ഫേമിൻ്റെ ടാക്സേഷൻ റൂൾ എങ്ങനെയൊക്കെയാണ്? ആദ്യം നമ്മൾ ടോട്ടൽ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക, പിന്നെ ടാക്സ് പേയബിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ കളക്ഷൻ പ്രൊസീജിയർ നടത്തുക. ഇനി ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്? റെസിഡൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന് മാനേജ്മെൻറ്റും കൺട്രോളും ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ടോ അല്ല ഭാഗികമായിട്ടോ ഇന്ത്യയിലായിരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യും? റെസിഡൻറ്റ് കമ്പനി ഫേം എന്ന് പറയും. നോൺ റെസിഡൻ്റ് എന്ന് പറയുന്നത് അതിന് മാനേജ്മെൻറ്റും കൺട്രോളൊക്കെ എൻ്റയർലി എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ടാക്സബിലിറ്റി ഓഫ് ഇൻകം, ഫേമിൻ്റെ ടാക്സബിലിറ്റി ഓഫ് ഇൻകം റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റ്സും ആണ്. റവന്യൂ റെസിപ്റ്റ്സ് ടാക്സബിൾ ആണ്. ചില പ്രത്യേക പ്രൊവിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സെപ്റ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. എന്തൊക്കെയാണ് റവന്യൂ റെസിപ്റ്റ്സിൽ വരുന്നത്? സാലറീസ്, ബിസിനസ് ഇൻകം, റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ജനറലി എക്സെപ്റ്റഡ് ആണ്, ടാക്സ് എക്സെപ്റ്റഡ് ആണെന്നും കൂടെ ചില പ്രൊവിഷൻസ് കാരണം ചിലപ്പം അതെന്തായി മാറും? ടാക്സബിളായി മാറും. ഈ ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്നത് സെയിൽസ് ഓഫ് അസറ്റ്, ഗിഫ്റ്റ്, ഇൻഹെറിറ്റൻസ് ഒക്കെയാണ്. ഇനി അപ്ലിക്കബിൾ ഇൻകം ഹെഡ്സ് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഹെഡ്സിൽ നിന്നാണ്
അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ഹെഡ്സ് എന്തൊക്കെയാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി അടുത്തത് എന്താണ്? പാർട്ട്നേഴ്സിൽ നിന്നും എന്താണ്? ഫേം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ ടാക്സ് അവരെ പാർട്ട്നേഴ്സിൽ നിന്നും മാറി സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക ഫേമിൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ. രജിസ്ട്രേഷൻ ടാക്സേഷൻ. ഇനി ഫേം രജിസ്റ്റേർഡും അൺരജിസ്റ്റേർഡ് ആയാലും അൺരജിസ്റ്റേർഡ് ആണെങ്കിലും രണ്ടിനും ഒരേപോലെയാണ് ടാക്സേഷൻ റൂൾസ് അപ്ലൈ ചെയ്യുന്നത്. ഇനി പാർട്ട്നേഴ്സ് ഷെയർ ഫേംസ് ഇൻകം. പാർട്ട്നേഴ്സിൻ്റെ എന്താണ്? നോട്ട് ഇൻക്ലൂഡിങ് ദ പാർട്ട്നേഴ്സ് total taxable income. The firm's income is taxed, but the partner's share of profit is not taxable in the hands of partners because it has already been taxed at the firm's level. ഇവിടെ പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല, അത് പാർട്ട്നേഴ്സ് അല്ല അതിൻ്റെ ടാക്സ് നൽകേണ്ടത്. ഓൾറെഡി എന്ത് ചെയ്യും? അത് ഫേം തന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് നൽകേണ്ടതായിട്ട് വരും. അടുത്ത സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ. ഇത്തരത്തിലുള്ള എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സാലറി, ബോണസ്, കമ്മീഷൻ, റെമ്യൂണറേഷൻ എന്നിവ പാർട്ട്നേഴ്സിന് നമ്മുടെ ഫേം നൽകിയതിന് അവർക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. ദ ഫേം ക്യാൻ ക്ലെയിം ദീസ് പേയ്മെൻറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് റെഡ്യൂസ് ഇൻ ദ ടാക്സബിൾ ഇൻകം. ടാക്സബിൾ ഇൻകം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ എക്സ്പെൻസുകൾ എന്ത് ചെയ്യാം? ഫേമിന് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഇൻട്രസ്റ്റ് അവരുടെ പാർട്ട്നേഴ്സിന് നൽകുന്ന ഇൻട്രസ്റ്റ് 12% പെർ ആനം വരെയും എന്താണ്? ഡിഡക്റ്റബിൾ ആണ്. അതിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഡക്ഷൻ ലഭിക്കില്ല. ടാക്സ് റേറ്റും എങ്ങനെയാണ് വരുന്നത്? ഫ്ലാറ്റ് 30% പ്ലസ് 12% സർചാർജ് വരിക ഇൻകം ടേൺ ഓവർ 1 crore മുകളിൽ വന്നാൽ മാത്രമേ സർചാർജ് 12% നമ്മൾ കാണേണ്ടതുള്ളൂ. പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അടുത്ത ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് AMT. അത് നമ്മൾ താഴോട്ട് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട്. AMT 80 നമ്മൾ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ 80.5% ആണ് നൽകേണ്ടത്. അപ്ലിക്കബിൾ ആകുന്നത് LLPക്കാണ്, ലയബിലിറ്റി ലിമിറ്റഡ് കമ്പനിക്കാണ്. Deductibility of remuneration interest allowed if for partnership firm to claim remuneration and interest as deduction. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് റെമ്യൂണറേഷൻ ഇൻട്രസ്റ്റും അവരുടെ പാർട്ട്നേഴ്സിന് നൽകുന്നത് ഡിഡക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഡിഡക്ഷൻ കിട്ടുന്ന ചില റൂൾസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? അവരുടെ പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷനും ഇൻട്രസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മുകളിൽ അവരുടെ ഇൻകത്തിൻ്റെ മുകളിൽ ഡിഡക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സ് എത്ര 12% പെർ ഇയർ മാത്രമേ അലൗഡ് ആവുള്ളൂ. അതിൽ എക്സസ് ആയിക്കഴിഞ്ഞാൽ അത് ഡിഡക്ഷൻ ചെയ്യാൻ സാധിക്കില്ല. റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ് എന്താണ്? അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പാർട്ണർഷിപ്പ് ഡീഡിൽ അത് മെൻഷൻ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. വിത്ത് സെറ്റ് ലിമിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതും ഡിഡക്ഷൻ ലഭിക്കും. ഫേം മസ്റ്റ് ഫോളോ ടാക്സ് റൂൾസ്. പറഞ്ഞിരിക്കുന്ന ഈ സെക്ഷനിലുള്ള ടാക്സ് റൂൾസ് ഫേം ഫോളോ ചെയ്യണം. ദ ഫേം മസ്റ്റ് ബി പറഞ്ഞിരിക്കുന്ന റൂൾ എന്തൊക്കെയാണ്? രജിസ്റ്റേർഡ് ആയിരിക്കണം. അതുപോലെ എക്സ്പെൻസസ് ഉണ്ടായിരിക്കുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കണം. അതുപോലെ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നെങ്കിൽ എന്തെങ്കിലും ഡിഡക്ഷൻ ലഭിക്കും. അതുപോലെ എക്സസ് ഇൻട്രസ്റ്റോ റെമ്യൂണറേഷൻ നോട്ട് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ഇനി എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന റെമ്യൂണറേഷനോ ഇൻട്രസ്റ്റോ എന്തല്ല? ഡിഡക്ഷൻ ലഭിക്കുകയില്ല ഫേമിന്. അസസ്മെൻറ്റ് ഓഫ് ഫേംസ്. എ ഫേം അസസ്ഡ്. ഒരു ഫേമിന് അസസ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? അതിന് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ ആ ഡീഡിൽ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ DD സബ്മിറ്റഡ് വിത്ത് ദ ഫസ്റ്റ് ടാക്സ് റിട്ടേണിൻ്റെ കൂടെ അവരുടെ സർട്ടിഫൈഡ് ഡീഡിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ പാർട്ണർഷിപ്പ് സ്ട്രക്ചർ ദ റിവൈസ്ഡ് ഡീഡ് മസ്റ്റ് ബി സബ്മിറ്റഡ്. ഈ പാർട്ണർഷിപ്പിൻ്റെ സ്ട്രക്ചർ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ റിവൈസ് ചെയ്തിട്ടുള്ള ഡീഡ് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഫേം അസസ് ചെയ്യപ്പെടും, പക്ഷേ ഡിഡക്ഷൻസ് ഒന്നും നമ്മൾ പറഞ്ഞ റെമ്യൂണറേഷൻ ആയിട്ടുള്ള സാലറി, ഇൻട്രസ്റ്റ്, ബോണസ് എന്നിവ പാർട്ട്നേഴ്സിന് നൽകിയതിൻ്റെ മുകളിൽ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കില്ല. സച്ച് പേയ്മെൻറ്റ് വിൽ നോട്ട് ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അത് പാർട്ട്നേഴ്സിൻ്റെ മുകളിൽ ടാക്സബിൾ ആവില്ല, അത് ഫേം നൽകേണ്ടതായിട്ട് വരും. ഡിസലവൻസ് ഓഫ് ഫേമിന് ഉണ്ടായിരിക്കുന്ന ചില എക്സ്പെൻസുകൾ എന്തല്ല? ഡിഡക്ഷൻ ലഭിക്കില്ല. അത്തരത്തിലുള്ള എക്സ്പെൻസ് എന്തൊക്കെയാണ്? പേയ്മെൻറ്റ് നോൺ വർക്കിംഗ് പാർട്ട്നേഴ്സ് നൽകുന്ന പേയ്മെൻറ്റ്സ്
അൺഓതറൈസ്ഡ് പേയ്മെൻറ്റ്സ് ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്, അതുപോലെ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബിഫോർ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതുപോലെ റെമ്യൂണറേഷൻ്റെ ഡിഡക്ഷന് ചില ലിമിറ്റ്സ് നൽകിയിട്ടുണ്ട്. ലോസ് മേക്കിംഗ് ഫേംസ് ആണെങ്കിൽ 1,50,000 ആണ് മാക്സിമം. ഇനി പ്രോഫിറ്റബിൾ ഫേം ആണെങ്കിൽ ഫസ്റ്റ് 3 lakh ബുക്സ് പ്രോഫിറ്റ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇതിന് ഇല്ലുസ്ട്രേഷനിൽ വരുന്നതിൽ ക്വസ്റ്റ്യൻ ഇത് വരുന്നുണ്ട്. പ്രോഫിറ്റബിൾ ഫേം ആണെങ്കിൽ ഫസ്റ്റ് 3 lakh ഓഫ് ബുക്ക് പ്രോഫിറ്റിൻ്റെ 90%, ആദ്യത്തെ 3 ലക്ഷത്തിൻ്റെ ബുക്ക് പ്രോഫിറ്റിൻ്റെ ആദ്യത്തെ 3 ലക്ഷത്തിൻ്റെ 90%, അല്ലെങ്കിൽ 1,50,000 ഇതിൽ ഏതാണോ ഹയർ പ്രൈസ് അതായിരിക്കും ഡിഡക്ഷൻ ലഭിക്കാം. ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് 60%. ഇൻട്രസ്റ്റ് പെയ്ഡ് എബോവ് 12% പെർ ആനം ഡിസലൗഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ 12% കൂടുതൽ ഇൻട്രസ്റ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഡിഡക്ഷൻ ലഭിക്കില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണ് ഫേമിൻ്റെ ടാക്സബിൾ ഇൻകം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഇത് നമുക്ക് ഇല്ലുസ്ട്രേഷനിൽ വരുന്നുണ്ട്. ഇനി ലിമിറ്റ്സ് ഓൺ പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ ഡിഡക്ഷന് അടുത്ത് ചില ടേംസുകളാണ്. വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി മാനേജസ് ബിസിനസ് അഫയേഴ്സ്. നോൺ വർക്കിംഗ് പാർട്ട്നേഴ്സ് പാസീവ് ഇൻവെസ്റ്റർ. റെപ്രസെൻറ്റേറ്റീവ് പാർട്ട്ണർ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റിക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ട്ണറാണ്. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. നമ്മൾ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കൂടെ ആഡ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെയാണ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. റെമ്യൂണറേഷൻ സ്പെസിഫിക്കേഷൻ ഡീഡ് മസ്റ്റ് ക്ലിയർലി മെൻഷൻ ദ റെമ്യൂണറേഷൻ എമൗണ്ട് ഓർ കമ്പ്യൂട്ടേഷൻ മെത്തഡ്. നമ്മൾ ഡീഡിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന റെമ്യൂണറേഷൻ എമൗണ്ട് എത്രയാണെന്നും അതിന് കമ്പ്യൂട്ടേഷൻ മെത്തഡ് എന്താണെന്ന്. വാഗ് മെൻഷൻ ലൈക്ക് റെമ്യൂണറേഷൻ ഷാൽ ബി പെയ്ഡ് എന്ന പോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും എന്തല്ല വാലിഡ് അല്ല. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുന്നത്? ബുക്ക് പ്രോഫിറ്റ് കാണുന്നതിന് വേണ്ടി ഫേമിലുള്ള എന്തെങ്കിലും ഡിഡക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ പ്രോഫിറ്റ്സ് ആണ്. ഫേമിൻ്റെ പ്രോഫിറ്റിൽ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഡിഡക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രോഫിറ്റും പ്ലസ് പാർട്ട്നേഴ്സിന് നൽകിയ റെമ്യൂണറേഷനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ബുക്ക് പ്രോഫിറ്റ്. അതിൻ്റെ കാൽക്കുലേഷൻ സ്റ്റെപ്സ് ഇതാണ്. കമ്പ്യൂട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ബൈ പ്രിപ്പയറിംഗ് P&L അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ കമ്പനിയിൽ നമ്മളെ ഫേമിൽ പ്രോഫിറ്റാണോ ലോസോ ഉണ്ടായിരിക്കുന്നത് കണ്ടെത്തുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ റെമ്യൂണറേഷൻ പെയ്ഡ് ചെയ്ത് നമ്മളെ പാർട്ട്നേഴ്സിന് കൊടുത്തിരിക്കുന്ന റെമ്യൂണറേഷൻ ആഡ് ബാക്ക് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക. ഡിഡക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് അല്ലാത്തത് ക്യാപിറ്റൽ ഗെയിനും ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇതൊന്നും എന്ത് ചെയ്യില്ല, ബുക്ക് പ്രോഫിറ്റിൽ ആഡ് ചെയ്യില്ല. ഐറ്റംസ് നോട്ട് ഡിഡക്റ്റബിൾ ഫ്രം ബുക്ക് പ്രോഫിറ്റിൽ ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഐറ്റംസ് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എക്സെട്ര മുതലായവ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഡിഡക്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ബോട്ട് ഫോർവേഡ് ആയിട്ടുള്ള ബിസിനസ് ലോസസുകൾ ഇതിൽ ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരിക? ബുക്ക് പ്രോഫിറ്റിൻ്റെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് P&L അക്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുക, അതിവിടെ എഴുതുക. ഡിസലോണൻസ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. ടാക്സബിൾ ഇൻകം നോട്ട് ക്രെഡിറ്റ് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാത്ത ടാക്സബിൾ ഇൻകം. റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ, അതുപോലെ ഇൻട്രസ്റ്റ് ഡിസലോഡ് 12% പെർ ആനത്തിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ആഡ് ചെയ്യുക. ലെസ് നോൺ ബിസിനസ് ഇൻകം ക്രെഡിറ്റ് ടു P&L അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ഇൻകംസ്, നോൺ ബിസിനസ് ഇൻകംസ്. അതുപോലെ ലെസ് ചെയ്യുക, ഇതും ലെസ് ചെയ്യാനുള്ള എക്സ്പെൻസ് കൊണ്ട് ഡെബിറ്റഡ്. അപ്പോൾ നമുക്ക് കിട്ടും ബുക്ക് പ്രോഫിറ്റ്. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ഇതിൻ്റെ ഇല്ലുസ്ട്രേഷൻ വരുന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേമിൻ്റെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാണുക? നമ്മൾ ടോട്ടൽ ഇൻകം ഈസ് കമ്പ്യൂട്ടഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് ആൻഡ് കൺസിഡറിംഗ് ഇൻകം അതർ ഹെഡ്സും. നമ്മൾ ടോട്ടൽ ഇൻകം കാണും, നമ്മൾ P&L അക്കൗണ്ടിലെ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ മറ്റുള്ള ഹെഡിലുള്ള അണ്ടറിൽ വരുന്ന ഇൻകംസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ആദ്യം നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടെത്തുക, പിന്നെ എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് കിട്ടിയിരിക്കുന്ന റെമ്യൂണറേഷൻ ഡിഡക്റ്റ് ചെയ്യുക, പിന്നെ അതർ സോഴ്സസിലുള്ള അതർ ഹെഡിലുള്ള ഇൻകം ആഡ് ചെയ്യുക, അഥവാ ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിനും അതർ സോഴ്സ് ഇങ്ങനെയുള്ള അതിൽ വന്നിരിക്കുന്ന ഇൻകം ഒക്കെ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇനി എന്തെങ്കിലും ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ആ റിമൈനിങ് എമൗണ്ട് ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം. അതിൻ്റെ ഒരു ഫോമാറ്റാണ് ബുക്ക് പ്രോഫിറ്റ് ലെസ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അതുപോലെ ആഡ് ഇൻകം
അതർ ഹെഡ്സ് ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് ലഭിക്കും, ലെസ് ഡിഡക്ഷൻസ് അപ്പോൾ ടോട്ടൽ ഇൻകം നമുക്ക് ലഭിക്കും. അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് ദ ഫേം. നമ്മുടെ ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കണക്കാക്കുന്നത്? സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ടാക്സ് നെറ്റ് ഇൻകം ആസ് പെർ അപ്ലിക്കബിൾ റേറ്റ്സ്. നമ്മൾ നെറ്റ് ഇൻകത്തിൻ്റെ മുകളിൽ അപ്ലിക്കബിൾ റേറ്റ്സിൽ നമ്മൾ എന്താണ് ടാക്സ് കണക്കാക്കുക. 1 crore മുകളിൽ അതിന് ടോട്ടൽ ഇൻകം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർചാർജ് 12% ആഡ് ചെയ്യുക. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ടാക്സ് ലയബിലിറ്റി കിട്ടുക ഇൻകം ടാക്സ് പ്ലസ് സർചാർജ് പ്ലസ് സെസ് അടങ്ങിയതാണ് ഫൈനൽ ടാക്സ് ലയബിലിറ്റി. അതിൻ്റെ ഫോർമാറ്റ് ടാക്സ് ഓൺ ലോട്ടറി വിന്നിങ്സ് ആണ് 30%, ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ആണ് 20%, ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ആണ് 50% ആണ് കാണേണ്ടത്, ടാക്സ് ഓൺ അതർ ടാക്സബിൾ ഇൻകം ആണ് 30%. അപ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സ് ബിഫോർ സർചാർജ് ആൻഡ് സെസ് കിട്ടും. അതിന് ശേഷം സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സ് പേയബിൾ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, സർചാർജ് ഓൺലി ഇഫ് അപ്ലിക്കബിൾ. അപ്പം 1 crore മുകളിൽ ഇൻകം എക്സീഡ് ചെയ്ത് മാത്രമേ സർചാർജ് നമ്മൾ ആഡ് ചെയ്യുള്ളൂ, അപ്ലൈ ചെയ്യുള്ളൂ. അടുത്ത് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അഥവാ AMT ഫോർ LLP ആൻഡ് അതർ നോൺ കോപ്പറേറ്റീവ് അസറ്റ്സ്. ഈ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അപ്ലിക്കബിൾ ആവുന്ന ആർക്കൊക്കെയാണ്? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന് അതുപോലെ നോൺ കോപ്പറേറ്റീവ് ടാക്സ് പേയേഴ്സിനാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ഡിഡക്ഷൻ കാരണം നമ്മൾക്ക് എന്ത് ചെയ്യും, ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കാരണം നമ്മുടെ ടാക്സബിൾ ഇൻകം കുറയും. അവർ മിനിമം ടാക്സ് അടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള LLP അതുപോലെ നോൺ കോപ്പറേറ്റ് ടാക്സ് പേയേഴ്സ് മിനിമം ടാക്സ് മാത്രം നൽകുന്നത്. ഒരുപാട് ഡിഡക്ഷൻ വരുന്നതോടുകൂടി എന്ത് ചെയ്യും, അവരുടെ ടാക്സ് ലയബിലിറ്റി കുറയും. അവർ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് കുറയുമ്പം അവർ ചെറിയൊരു ടാക്സ് മാത്രമേ അടക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ളത് കാര്യം പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് വഴി എത്രയാണോ അവരുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ 80.5% എടുത്തിട്ട് അതായിരിക്കും അവർ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരിക. അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഇങ്ങനെ വരിക, ടോട്ടൽ ടാക്സബിൾ ഇൻകം, ആഡഡ് ഡിഡക്ഷൻ ക്ലെയിംഡ്, അതുപോലെ ആഡഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ടോട്ടൽ ഇൻകം കിട്ടും. ഇനി അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് AMT കാണുക? അഡ്ജസ്റ്റഡ് ടാക്സ് ഓൺ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ 80.5% കാണുക. സർചാർജും അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സെസ്സും ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ AMT പേയബിൾ ലഭിക്കും. നമ്മൾ AMT നമ്മൾ റെഗുലർ ടാക്സിനെക്കാട്ട് ഹയർ ടാക്സ് ആണ് നമ്മൾ AMT നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് AMT ക്രെഡിറ്റ് അവൈലബിൾ ആണ്. ഈ ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 15 വർഷത്തോളം വരെ നമുക്കത് ക്യാരിഡ് ഫോർവേഡ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് വെൻ റെഗുലർ ടാക്സ് എക്സീഡ് AMT. നമ്മൾക്കിത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കപ്പോഴാണ് റെഗുലർ ടാക്സ് AMTയേക്കാൾ കൂടുതൽ എക്സീഡ് ആവുന്ന സമയത്ത്. നമ്മൾ AMT ക്രെഡിറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത കമ്പ്യൂട്ടേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ഇൻകം ഫ്രം ദ ഫേംസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്താണ്? ഫേമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്താണ്? ടാക്സ് എക്സെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ ടോട്ടൽ ഇൻകത്തിൽ ഇത് ഇൻക്ലൂഡഡ് അല്ല. ഇനി റെമ്യൂണറേഷൻ അഥവാ സാലറി, ബോണസ്, കമ്മീഷൻ എന്നിവൻ്റെ മുകളിൽ എന്നിവ സാലറിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആവില്ല. കാരണം സിൻസ് പാർട്ട്നേഴ്സ് എന്താണല്ല പാർട്ട്നേഴ്സ് കമ്പനിയുടെ എംപ്ലോയി അല്ലാത്തതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന റെമ്യൂണറേഷനോ സാലറിയോ ബോണസൊന്നും സാലറി ഹെഡിൽ വരില്ല. അത് വരികയിലാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിലാണ് ഇത് ടാക്സബിൾ ആവുക. ഇനി ഇവർക്ക് കൊടുത്തിരിക്കുന്ന റെമ്യൂണറേഷൻ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ആരാണ് ഈ പാർട്ട്നേഴ്സ് അതിൻ്റെ മുകളിൽ ടാക്സ് അടക്കേണ്ടി വരില്ല, ഫേം ആയിരിക്കും ഇതിന് ലയബിൾ ആവുക. ഫേം അതിൻ്റെ മുകളിൽ ടാക്സ് അടക്കേണ്ടി വരും. ഇത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത്. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സിന് ഇഫ് പാർട്ട്നേഴ്സ് ഏൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫ്രം ദ ഫേം അപ് ടു 12% പെർ ആനം ഈസ് ടാക്സബിൾ അണ്ടർ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് പ്രൊഫഷൻ. ഇനി ഫേമിൽ നിന്ന് നമ്മുടെ പാർട്ട്നേഴ്സിന്
ക്യാപിറ്റലിൻ്റെ മുകളിൽ 12% പെർ ആനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിലാണ് ടാക്സബിൾ ആവുന്നത്. റെൻറ്റ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. പാർട്ട്ണർ ഫേമിന് അയാളുടെ പ്രോപ്പർട്ടി, പാർട്ട്ണർ അയാളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഫേമിന് റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെൻ്റൽ ഇൻകം ഈസ് ടാക്സ് അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഈ റെൻ്റൽ ഇൻകം എന്ത് ചെയ്യും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിലാണ് ടാക്സബിൾ ആവുക. ഇതെന്താണ്? ഡബിൾ ടാക്സേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ, ഫ്രീ യൂട്ടിലിറ്റീസ്. ഫേം അവരുടെ പാർട്ട്നേഴ്സിന് ഫ്രീ അക്കമഡേഷൻ പ്ലസ് യൂട്ടിലിറ്റി നൽകിയിട്ടുണ്ട്. യൂട്ടിലിറ്റി നൽകിയ ഇലക്ട്രിസിറ്റി, വാട്ടർ അങ്ങനത്തെ ഒക്കെയാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സ് അല്ല അതിന് ടാക്സബിൾ ആവില്ല. ദീസ് നോട്ട് ടാക്സബിൾ ഇൻ ദ പാർട്ട്നേഴ്സ് ഹാൻഡ്സ് സിൻസ് ദ ഫേം കനോട്ട് ക്ലെയിം. അതുകൊണ്ട് തന്നെ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം അത് എക്സ്പെൻസ് അല്ല. പാർട്ട്നേഴ്സിന് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? പാർട്ട്നേഴ്സ് ക്യാൻ ക്ലെയിം ഡിഡക്ഷൻ അണ്ടർ എന്തൊക്കെ? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. പാർട്ട്നേഴ്സിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിലാണ്. അതിൽ വരുന്ന ഡിഡക്ഷൻ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡെഫിസിറ്റ് ക്യാപിറ്റലും ബിസിനസ് എക്സ്പെൻസസും. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് ഡിഡക്ഷൻ പാർട്ട്നേഴ്സിന് ലഭിക്കും. അസസ്മെൻറ്റ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം. റീകൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സും വൺ ഓർ മോർ പാർട്ട്നേഴ്സ് ലീവ്, ഒന്നെങ്കിൽ ഒന്നോ അതിലധികമോ ആൾക്കാർ അതിൽ നിന്ന് വിട്ടു പോവുകയും അല്ലെങ്കിൽ ഡ്യൂ ടു ഡെത്തോ റിട്ടയർമെൻറ്റ് വഴിയോ ആയിരിക്കാം ഫേം കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അതെന്ത് ചെയ്യും? റീകൺസ്റ്റിറ്റ്യൂട്ടഡ് ആവും. എന്ന് വെച്ചാൽ അത് പുതുക്കി പണി അല്ലെങ്കിൽ അതിൽ മാറ്റം വന്നു കഴിഞ്ഞു. ആ ഒരു പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ മാറ്റം വന്നു കഴിഞ്ഞുകൊണ്ട് അതിന് റീകൺസ്റ്റിറ്റ്യൂട്ടഡ് ആയി. അല്ലെങ്കിൽ അതിൽ വരുന്ന ഈ റീകൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന കണ്ടീഷൻസ് എന്നൊക്കെയാണ്. ഒന്നെങ്കിൽ ഒന്നോ അതിലധികം പാർട്ട്നേഴ്സ് അവിടെ നിന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഡെത്ത് വഴിയും റിട്ടയർമെൻറ്റ് വഴിയോ ആയിരിക്കാം. അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താവും? ഈ പാർട്ട്ണർഷിപ്പ് ഫേം റീകൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും? അസസ്മെൻറ്റ് ടൈമിൽ എന്ത് ചെയ്യും? ഇതിനെ പുതിയ ഫോമിലേക്ക് അസസ് ചെയ്യപ്പെടും. ഇനി ഫേമിൽ 2 പാർട്ട്നേഴ്സ് മാത്രമേ ഉള്ളൂ, അതിൽ ഒരാൾ മരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഫേം എന്ത് ചെയ്യും? നിർത്തലാക്കപ്പെടും. അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാവും. ആൻഡ് എ സെപ്പറേറ്റ് അസസ്മെൻറ്റ് ആർ മെയ്ഡ് ഫോർ ദ പീരീഡ് ഓഫ് ബിഫോർ ആഫ്റ്റർ ദ പാർട്ട്നേഴ്സ് ഡെത്ത്. അസസ്മെൻറ്റ് വൺ ഫേം സക്സീഡ് അനദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീകൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നമ്മളെ പഴയ ഫേമിൽ നിന്ന് ഒരു പുതിയ ഫേം ഉണ്ടാവുകയാണ്. എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വഴി പഴയ ഫേമിൽ നിന്ന് പുതിയ ഫേം ഉണ്ടാവുകയും അത് സക്സസ് ആണെന്ന് കണക്കാക്കപ്പെടുന്ന, പുതിയ ഫേം സക്സസ് ആണെന്ന് കണക്കാക്കപ്പെടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഓൾ ഓൾഡ് പാർട്ട്നേഴ്സ് ആർ റിപ്ലേസ്ഡ്. പഴയ എല്ലാ പാർട്ട്നേഴ്സ് റിപ്ലേസ് ചെയ്യപ്പെടുകയും ഫേം ഡിസോൾവ് ആവുകയും റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ, അതുപോലെ സം ഓർ ഓൾ ഓഫ് ദ ന്യൂ ഫേംസ് പാർട്ട്നേഴ്സ് വെർ പാർട്ട് ഓഫ് ദ ഓൾഡ് ഫേം ആവുകയും ചെയ്തു കഴിഞ്ഞാൽ, കുറച്ചോ അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും പഴയ പാർട്ട്ണർഷിപ്പിലുള്ള പാർട്ട്നേഴ്സ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെന്തായി കണക്കാക്കപ്പെടും? സക്സീഡ് ഫേമായിട്ട് കണക്കാക്കപ്പെടും. ടാക്സേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഫേം ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് നൽകണം. ന്യൂ ഫേം ആണെങ്കിൽ ട്രാൻസ്ഫറിന് ശേഷമുള്ള ഇൻകത്തിൻ്റെ മുകളിലാണ് ടാക്സ് നൽകപ്പെടേണ്ടത്. ഇനി ജോയിൻ ആൻഡ് സെവർ ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. ഇനി ഫേം എന്തെങ്കിലും പെനാൾട്ടീസോ ടാക്സ് ഡ്യൂവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ പാർട്ട്നേഴ്സും ജോയിൻ്റ്ലി ലയബിളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടിയായിരിക്കും അത് എന്ത് ചെയ്യേണ്ടി വരിക? പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി ഇൻ കേസ് അതിലാരെങ്കിലും പാർട്ട്ണർ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അയാളെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാണോ അയാളായിരിക്കും ഇതിന് ലയബിൾ ആവുക. ഇതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിന് ടാക്സ് അവരുടെ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നും റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്ത ടാക്സേഷൻ ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ഫേം. ഡിസ്കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫേം മുഴുവനായും നിർത്തലാവുന്നതാണ്. ഇതിൻ്റെ പ്രവർത്തനം നിലച്ചു എന്നാണ് അതിനർത്ഥം. ഓണർഷിപ്പിൽ മാറുന്നതല്ല, അതിൻ്റെ പ്രവർത്തനം മുഴുവനായിട്ടും നിന്നു കഴിഞ്ഞു. ഇഫ് എ ഫേം ഡിസോൾവ് ആൻഡ് ഇറ്റ്സ് ബിസിനസ് ഡിവൈഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. ഫേം ഡിസോൾവ്ഡ് ആവുകയും അതിൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്ത് നൽകുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ട് കണക്കാക്കപ്പെടും. ഇവൺ ഇഫ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ സിമിലർ ബിസിനസ്. ഇനി പാർട്ട്നേഴ്സ് സിമിലർ ബിസിനസ് കണ്ടിന്യൂ ചെയ്താലും കൂടെ ടാക്സ് റൂൾസ് വരുന്നത് ഫേം ഡിസൊല്യൂഷൻ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും അതിന് ടോട്ടൽ ഇൻകം അസസ് ചെയ്യുക. അതിലുള്ള എല്ലാ പാർട്ട്നേഴ്സും
എന്താണ് ജോയിൻ്റ്ലി എന്താണ് ലയബിളാണ് അതിൽ ടാക്സ്, ഫേമിൻ്റെ ടാക്സ് അടക്കുന്നതിൽ. ഇനി ഇൻ കേസ് ഡെത്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ലയബിൾ ആവുക. ഇനി ഡിസൊല്യൂഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺഗോയിങ് ടാക്സ് പ്രൊസീഡിംഗ് കണ്ടിന്യൂ അഗെയിൻസ്റ്റ് പാർട്ട്നേഴ്സ്. അടുത്ത ടാക്സ് പേയ്മെൻറ്റ് ആൻഡ് ഫയലിംഗ് റിട്ടേൺസ് ബൈ ഫോം. മോഡ് ഓഫ് ടാക്സ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്നെങ്കിൽ ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിൽ ചലാൻ നൽകിക്കൊണ്ട്, ഇനി അല്ലെങ്കിൽ ഇലക്ട്രിക് മോഡ് അഥവാ ഇ പേയ്മെൻറ്റ് നൽകിക്കൊണ്ട്. ഇത് മാൻഡറ്ററി ആണ്. ഫേം ഹൂ അക്കൗണ്ട് മസ്റ്റ് ബി ഓഡിറ്റഡ്. അഡ്വാൻസ് ടാക്സ്, ഒരു ഫേമിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് ലയബിലിറ്റി 10,000 മുകളിൽ ഫിനാൻഷ്യൽ ഇയറിൽ വരികയാണെങ്കിൽ അവർ എന്തിനാണ് അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ ഇത് ഫോളോ ചെയ്യുന്നത് പേ ആസ് യു ഏൺ എന്നുള്ള സിസ്റ്റമാണ്. ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെയാണ്? എല്ലാ ഫേമുകളും എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ഫയൽ റിട്ടേൺ ചെയ്യണം. കാരണം ഇനി അവർക്ക് ഇൻകവും ലോസസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി എല്ലാ ഫേമും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഈ ഫയലിംഗ് എങ്ങനെയാണ് നടത്തുക? വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി നടത്താം. അതുപോലെ EVS ഇലക്ട്രിക് വെരിഫിക്കേഷൻ കോഡ് വഴിയാണ്. ഇനി ഫേമിന് ടാക്സ് ഓഡിറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് വേണം? ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ആരാണ് റിട്ടേണിൽ സൈൻ ചെയ്യുന്നത്? പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഡെസിഗ്നേറ്റ് പാർട്ട്ണറാണ്. ഇനി പാർട്ട്നേഴ്സ് ഒന്നും ഇല്ല, അൺഅവൈലബിൾ ആണെങ്കിൽ ഏത് പാർട്ട്ണറിനും വേണമെങ്കിൽ സൈൻ ചെയ്യാം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ മാനേജിങ് പാർട്ട്ണറാണ്. ഈ റിട്ടേൺ എന്ത് ചെയ്യണം? ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇല്യൂസ്ട്രേഷൻ ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓഫ് അസസ്മെൻറ്റ് ഇയർ 2022-2024 ഇടയിലുള്ള ബുക്ക് പ്രോഫിറ്റ് നമുക്ക് കാണണം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ജനറൽ എക്സ്പെൻസ് 7 lakh, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ഗ്രോസ് പ്രോഫിറ്റ്, ഇതൊക്കെ ടെക്സ്റ്റിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ചില നോട്ട്സുകളും കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ വന്നിരിക്കുന്ന ഇൻകമും കാര്യങ്ങളൊക്കെ. അത് വെച്ച് നമ്മൾക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക ബുക്ക് ഓഫ് പ്രോഫിറ്റ്? നെറ്റ് പ്രോഫിറ്റ് P&L അക്കൗണ്ട് നമ്മൾക്ക് ലഭിച്ചു എത്രയാണ്? 4,90,000 രൂപയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് കാണുന്നതിന് മുമ്പ്, ബുക്ക് പ്രോഫിറ്റ് കാണുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു P&L അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണണമെന്ന്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 4,90,000 രൂപ. അഡ്മിസിബിൾ ജനറൽ എക്സ്പെൻസ് ടെക്സ്റ്റിലുണ്ട്, നോട്ട്സിലുണ്ട് ഈ എക്സ്പെൻസസ് വന്നിരിക്കുന്നത്. അത് ആഡ് ചെയ്യുക. 1,25,000. അഡ്വർടൈസിങ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓവറിൽ 1,45,000 ആഡ് ചെയ്യാം. സാലറി ടു പാർട്ട്നേഴ്സ് ഫുള്ളി ഇൻഅഡ്മിസിബിൾ ആണ്, അതുകൊണ്ട് 4,25,000. എക്സസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിയോണ്ട് 12% മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ അത് ഡിസലൗഡ് ആണ്. അപ്പോൾ 20,000. ഡൊണേഷൻ 4,36,000. ഇൻകം ടാക്സ് 49,000. അപ്പം ടോട്ടൽ എത്ര എന്നൊക്കെ കിട്ടും? 16,92,000 കിട്ടും. അപ്പം നമ്മൾ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് 1,45,000 ആണ്. അപ്പോൾ ടോട്ടൽ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,47,000 ആണ്. ഇനി ഇല്ലുസ്ട്രേഷൻ 2 നോക്കുക. ഓരോ കേസസിൽ വരുന്നതാണ്. കേസ് 1 ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലെസ് 3 lakh ആണ്. അപ്പോൾ കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞു ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ 90% പ്രോഫിറ്റ് 90% അല്ലെങ്കിൽ 1,50,000 അതിൽ ഏതാണോ ഹയർ എമൗണ്ട് അതായിരിക്കും നമ്മൾ എടുക്കാൻ നേരത്തെ മുകളിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുത്തു? 1,50,000 എടുത്തു. ഇനി അടുത്തത് കേസ് 2 1,25,000. അപ്പം 90% ഓഫ് 1,25,000ൻ്റെയും 1,50,000 ഏതാണ് ഹയർ എമൗണ്ട് വരുന്നത്? 1,50,000. അപ്പോൾ നമ്മൾ 1,50,000 എടുത്തു. ഇനി 2,75,000 90% ആണ് കൂടുതൽ. അപ്പോൾ നമ്മളെടുത്തു എത്രയാണ്? 2,47,500 കിട്ടി. അടുത്തത് 5 lakhൻ്റെ ഫസ്റ്റ് 3 lakh പ്ലസ് 60% ഓഫ് ദ ബാലൻസ് 2 lakh നമ്മൾ ഈ കണ്ടീഷന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടും നമ്മൾക്ക്? 3,90,000. അതുപോലെ 8 lakhൻ്റെത് ഫസ്റ്റ് 3 lakh 90% ഓഫ് 3 lakh പ്ലസ് 60% ഓഫ് ദ ബാലൻസ് 5 lakh. അപ്പോൾ നമുക്ക് കിട്ടും 5,70,000. അപ്പം അഡ്മിസിബിൾ റെമ്യൂണറേഷൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്?
3,60,000 എലിജിബിൾ സാലറി 3,60,000. മാക്സിമം ലിമിറ്റ് എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 1,50,000. അപ്പോൾ അഡ്മിസിബിൾ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എത്രയാണ് 1,50,000 ആണ്. അപ്പം ഇങ്ങനെയാണ് ഓരോന്നും വന്നിരിക്കുന്നത്. ഇനി ഓരോ ഇല്ലുസ്ട്രേഷൻ ജസ്റ്റ് നോക്കിയപ്പോൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് തന്നെ എങ്ങനെയാണിത് കണ്ടിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് ടൈം കളയുന്നില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുമ്പം തിയറീസ് ഫോക്കസ് ചെയ്യുക പ്രോബ്ലം പേപ്പറിലാക്കാട്ടി കൂടുതൽ. കാരണം തിയറീസാണ് കൂടുതലും ചോദിക്കുക. പ്രോബ്ലം നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടണം എന്നില്ല. അപ്പം നിങ്ങൾ തിയറീസ് പഠിക്കുക. തിയറി പഠിക്കാൻ എളുപ്പമാണ്. ബിസിനസ് ലോയിൽ എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത് അതുപോലെ പോയിന്റുകൾ വെച്ചത് ലോ ആണ് കൂടുതൽ. അപ്പം അത് വെച്ച് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. അപ്പം കണ്ടിന്യൂറ്റി ഏത് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് 2-3 ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുക. അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏത് ബ്ലോക്കിൽ നിന്നാണ് ബ്ലോക്കിലുള്ള ചാപ്റ്റേഴ്സ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ബിസിനസ് ലോയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബ്ലോക്ക് 1 നിന്നാണ്. കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 നിന്നാണ്. അപ്പോൾ അതുപോലെ ഇതിലും ഏതാണ് ഫോക്കസ് ചെയ്ത് വരുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ടത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക എക്സാമിന് പോകുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്.